ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ടൈം ടു ടെൽ ദ സ്റ്റോറി. അപ്പോ സോംബി ഡിറ്റക്റ്റീവിന്റെ 6ാമത്തെ എപ്പിസോഡ് തുടങ്ങല്ലേ. അങ്ങനെ നമ്മുടെ സോംബി കുട്ടൻ ആ ഒരു കോഴ്സിന് പോവാന്ന് സമ്മതിച്ചല്ലോ. ഇവന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവര് രണ്ടാളും കൂടെ തിരിച്ച് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരാണ്. അവനാണെങ്കിൽ എമർജൻസിക്ക് വെച്ചേർന്ന മീറ്റ് എടുത്തിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്. അവള് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ എന്തിനീ പച്ചമാംസമൊക്കെ എടുത്തോണ്ട് പോണേന്ന്? ഇത് നിനക്ക് അവിടെ ചെന്നിട്ട് ഗ്രില്ല് ചെയ്യാനും കൂടെ പറ്റില്ല. എന്നാലും അവൻ അവള് കാണാണ്ട് അത് എടുത്തു വെക്കാണ്. ഇവളാണെങ്കിൽ കുറച്ച് മിഠായി എടുത്തു കൊടുത്തിട്ട് നിനക്ക് ഇത് വേണമെങ്കിൽ അവിടെ ഗ്യാപ്പിൽ കഴിക്കാന്ന് പറയാണ്. അവനാണെങ്കിൽ ഇതൊക്കെ നീ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ BB ക്രീം ഉണ്ടോ എന്ന് ചോദിക്കാണ്. ഇപ്പൊ അവള് പറയും, എന്റെ കയ്യിലൊന്നുമില്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്തിനു BB ക്രീം എന്ന്? അതിപ്പോ അവനല്ലേ അറിയുള്ളൂ. ഇപ്പൊ നമ്മുടെ ആള് കയ്യിൽ നിലവിലുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് അവളുടെ കൂടെ ഇറങ്ങാണ്. ഇവളവനോട് പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, 3 ദിവസം ഈ ഒരു കോഴ്സ് ഉള്ളൂ. ആ ഒരു 3 ദിവസം നീ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിന്നിട്ട് ആ ഒരു പെൺകുട്ടീനെ കണ്ടുപിടിക്കണം. അങ്ങനെ നമ്മുടെ നായിക സോംബിനെ കൊണ്ട് അവിടെ ആക്കാണ്. അങ്ങനെ അവരാണെങ്കിൽ ആ കോഴ്സിൽ പുതിയതായിട്ട് ചേർന്ന ആൾക്കാർക്ക് ഒരു വെൽക്കം സ്പീച്ച് എല്ലാം കൊടുത്തിട്ട് എല്ലാരും കയ്യിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വെക്കാണ്. ഇപ്പോ നമ്മുടെ ആളുടെ അടുത്താണെങ്കിൽ അവനാ എടുത്തു വെച്ചേക്കുന്ന ഫ്രഷ് മീറ്റും കാര്യങ്ങളാണ് ഉള്ളത്. അവൻ അത് ചോദിച്ചിട്ട് കൊടുക്കുന്നുണ്ടാവില്ല. നിങ്ങൾ പോകുമ്പോ അത് തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവര് പിടിച്ചു വലിച്ചു വാങ്ങാണ്. മാത്രമല്ല അയാൾക്കൊരു ഡൗട്ട് അടിച്ചിട്ട് അവൻ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോ നമ്മുടെ ആളുടെ കയ്യിലും കാലിലും എല്ലാം ഫ്രഷ് മീറ്റ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അകത്ത് കടന്നു കഴിയുമ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നതാണെങ്കിൽ മൊത്തം വെജിറ്റബിൾസ്, അതും ഫ്രഷ് ആയിട്ടുള്ള എന്തൊക്കെയോ ക്യാബേജോ ഇലയോ അങ്ങനെ എന്തൊക്കെയോ. അവൻ അതൊന്നും വേണ്ടാത്തോണ്ട് അടുത്തിരിക്കുന്ന വേറൊരു ചെറുക്കന് ഇതെല്ലാം നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ്. ഇപ്പോ ആ ഒരു ചെറുക്കന് ആ കാണാതായ പെൺകുട്ടിയുടെ റൂമിൽ ഉണ്ടായിരുന്ന ഒരു ക്ലോത്തിന്റെ സ്മെല്ല് ഇവന്റെ മേത്തുനിന്ന് കിട്ടാണ്. ഇപ്പൊ നമ്മുടെ ആള് ഇവനൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് നമ്മുടെ നായികനെ കാണിക്കാണ്. അവള് ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് അവളുടെ അമ്മയായിട്ടുള്ള ആ ഒരു സെലിബ്രിറ്റി ഉണ്ടല്ലോ, പുള്ളിക്കാരത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. എന്തെങ്കിലും സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള വല്ല ട്രാൻസാക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അന്നേരം അവരും അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്നേരം അവൾക്ക് അവിടുന്ന് എന്തോ ഒരു ലീഡ് കിട്ടുന്നുണ്ട്. ആ ഒരു കുട്ടിയുടെ ലാപ്ടോപ്പിൽ കണ്ട ആ ഒരു പിക്ചറിലുള്ള ഗിഫ്റ്റോ അങ്ങനെ എന്തോ അവൾ അവിടെ കാണാണ്. കട്ട് ചെയ്ത് ഇവിടെ ആ ഒരു ക്ലാസ് കാണിക്കാണ്. അവിടെ അവരെ യോഗ പ്രാക്ടീസ് ചെയ്യിക്കുന്ന സമയത്ത് നമ്മുടെ സോംബി ആണെങ്കിൽ ഇവിടെ വൻ പെർഫോമൻസ്. അവന്റെ കൈയും കാലെല്ലാം റബ്ബർ പോലെ വളയാണ്. അവിടത്തെ ആ ഒരു മെയിൻ പുള്ളിക്കാരൻ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് എല്ലാരും ഇവനെ നോക്കി പഠിക്ക്, ഇതുപോലൊരു പൊസിഷൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയാണ്. അന്നേരം ഇത് എന്ത് പൊസിഷനാണെന്നും അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്നൊക്കെ നമ്മുടെ സോംബിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവനും പറയും, ഇതിന്റെ പേരാണ് സോംബി പൊസിഷൻ, ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞുവിടാണ്. അവിടുന്ന് കട്ട് ചെയ്ത് നമ്മുടെ നായികയുടെ ചേച്ചിയുടെ വീട് കാണിക്കാണ്. അവരാണെങ്കിൽ അവളുടെ ഭർത്താവ് വല്ലാണ്ട് സോപ്പിടാ. എന്തിനാന്ന് അയാൾക്കൊരു പിടിയും കിട്ടണില്ല. കുറെ ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ സ്നേഹപ്രകടനമൊക്കെ കാണിക്കുമ്പോൾ അയാൾക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. കാരണം അറക്കാൻ പോകുന്ന ആടിന് വെള്ളം കൊടുക്കണതാണെന്ന് പുള്ളിക്ക് അറിയാം. സംഭവം എന്താന്ന് വെച്ചാല് പുള്ളിക്കാരത്തി ഇങ്ങോർക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഈ സിനിമയൊക്കെ വിട്ടിട്ട് എന്തെങ്കിലും പണിക്ക് പോകാൻ പറയണതാണ്. ഇന്നേരം അയാളും അതൊന്നും പറ്റില്ല, എനിക്ക് സിനിമ ജീവനാണെന്നെല്ലാം പറഞ്ഞിട്ട് അതിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കാണ്. ഇപ്പോ ഇക്കാര്യം നടപടിയാവില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ പുള്ളിക്കാരത്താണെങ്കിൽ അപ്പൊ തന്നെ അവളുടെ സ്വഭാവം മാറ്റാണ്. അവന് കൊടുത്ത ഭക്ഷണമൊക്കെ അപ്പൊ തന്നെ അവള് മാറ്റി വെക്കുന്നുണ്ട്. ആ ഒരു ദേഷ്യത്തില് ഇവളുടെ അനീതിയായിട്ടുള്ള നമ്മുടെ നായിക അവളിപ്പോ എവിടെ പോയി കിടക്കാന്ന് പറഞ്ഞ് ഒച്ചെടുക്കുന്ന നേരം ഈ ഒരു പയ്യനാണെങ്കിൽ നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് പറയാൻ പോകുമ്പോഴേക്കും നമ്മുടെ ആള് അവന്റെ വായിലെന്തോ കുത്തി കയറ്റിയിട്ട് ആ ഒരു സാഹചര്യം ഹാൻഡിൽ ചെയ്യാണ്. അവിടുന്ന് കട്ട് ചെയ്ത് വീണ്ടും നമ്മുടെ ഹീറോയിനെ കാണിക്കാണ്. അവളാണെങ്കിൽ നേരത്തെ ആ ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് അവൾക്കൊരു ക്ലൂ കിട്ടിയായിരുന്നല്ലോ. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗിഫ്റ്റ് അത് കണ്ടിട്ട് അവള് ഒരു കട അന്വേഷിച്ചു വന്നേക്കാണ്. ആ കടയിലാണെങ്കിൽ ആരും ഇല്ല, പിന്നെ രാത്രിയല്ലേ, പക്ഷെ അത് ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. നമ്മുടെ ആള് അതിനകത്ത് കയറി ആരെങ്കിലും ഉണ്ടോന്ന് നോക്കണ നേരം ആരെയോ കണ്ട് ഞെട്ടിയിട്ട് അവള് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ സോംബിക്കുട്ടനെ വിളിക്കുകയാണ്. പക്ഷെ അവന്റെ ഫോണൊക്കെ അവര് മേടിച്ചു വെച്ചേക്കാ. അതവിടെ കിടന്ന് റിങ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ എടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ നമ്മുടെ ഹീറോയിനും ഇവനിതിപ്പോ എവിടെ പോയി കിടക്കാന്ന് വിചാരിക്കാണ്. ഇന്നേരം നമ്മുടെ ആൾക്കാണെങ്കിൽ ഈ മനുഷ്യരുടെ ഇടയിൽ സമാധാനമായിട്ട് കിടക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഇവരുടെ കൂർക്കമ്മലൊക്കെ കേക്കാണ്. പുള്ളിക്കാരനാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല. അവൻ വിശന്നിട്ട് ഫ്രീസറിലിരിക്കുന്ന അവന്റെ ആ ഒരു മീറ്റ് അതവര് ലോക്ക് ചെയ്ത് വെച്ചേക്കായിരിക്കും. അതെടുത്ത് കഴിക്കാനായിട്ട് ഒളിച്ചും പാത്തും അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പോ അവൻ ആ ഒരു ഫ്രിഡ്ജിനടുത്തേക്ക് എത്തുമ്പോ അവിടെ ഇരുന്ന് എന്തോ കഴിക്കുന്നുണ്ടാവും. ഇവനാണെങ്കിൽ അതിനെ വിളിച്ചിട്ട് അത് കേൾക്കണ പോലുമില്ല. പുള്ളിക്കാരത്തെ ആപ്പിൾ ആണെന്ന് കരുതിയിട്ട് സവോള എങ്ങാണ്ടാണ് തിന്നോണ്ടിരിക്കണേ. അങ്ങനെ നമ്മുടെ ആള് ഫ്രീസറിന്റെ ലോക്കെല്ലാം പൊട്ടിച്ചിട്ട് ആദ്യം തന്നെ ആ ഒരു ഉണ്ടപ്പത്തിക്ക് നല്ല സാധനം എന്തോ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവളും അത് ഹാപ്പി ആയിട്ട് കഴിക്കുക. ഇപ്പൊ ഈ ഒരു ഉണ്ടപ്പെണ്ണ് പറയുന്നുണ്ട് ഇവൾക്ക് ശരിക്കും മെലിഞ്ഞിരിക്കണം എന്നൊന്നും ആഗ്രഹമില്ല. അവളുടെ ബോയ് ഫ്രണ്ട് 100 days സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അത്രേ. ഇപ്പൊ നമ്മുടെ ആൾക്ക് ഒരു വിഷയം കത്തയാണ്. ഈ 100 days സർപ്രൈസ് എന്നുള്ള ഒരു മെസ്സേജ് ആ കാണാതായ പെൺകുട്ടിയുടെ ലാപ്ടോപ്പിൽ ഇവ കണ്ടായിരുന്നു. ഇന്നേരം നമ്മുടെ ആള് അവന്റെ മീറ്റ് എടുക്കാൻ നേരം അവിടേക്ക് ആരോ വരാണ്. ഇവനാണെങ്കിൽ അവിടെ നിന്ന് മാറാനായിട്ട് ആ ഒരു പെണ്ണിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അതാണെങ്കിൽ ഇവൻ പറയുന്നതൊന്നും അറിയുന്നേ ഇല്ല, ഏതോ വേറെ ലോകത്തപ്പ ജീവിക്കണേ. നമ്മുടെ ആള് വേഗം പോയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ വരണതാണെങ്കിൽ ആ ഒരു ഉണ്ട പെണ്ണിന്റെ ബോയ് ഫ്രണ്ടാ. അവൻ വന്ന് നോക്കുമ്പോ അവര് ആ ഒരു വെയിറ്റ് ലോസിന് വേണ്ടി കൊടുക്കുന്ന ആ ഒരു
ടാബ്ലറ്റ് അടക്കം ആ ഒരു പെണ്ണ് ഒരു ബോട്ടിൽ അങ്ങനെ തന്നെ കഴിച്ചു. അപ്പൊ തന്നെ അവിടെയുള്ള ആൾക്കാരെല്ലാം വന്നിട്ട് ആ ഒരു പെണ്ണിനെ എങ്ങോട്ടേക്കോ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സോംബി അവിടെ ഒളിച്ചിരിക്കുന്നത് ഇവർക്ക് ആർക്കും അറിയില്ല. ഇന്നേരം ആ ഒരു ചെറുക്കനുണ്ടല്ലോ, അവന്റെ അടുത്ത് ഇവിടുത്തെ മെയിൻ പുള്ളിക്കാരൻ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവരുടെ കോൺവെർസേഷനിൽ നിന്ന് നമ്മുടെ സോംബിക്ക് ഒരു കാര്യം മനസ്സിലാവാണ്. ഈ ഒരു ചെറുക്കൻ ശരിക്കും ഇവരുടെ ആളാ. ഇവൻ തടിച്ചിരിക്കുന്ന പെൺകുട്ടികളെ മുഴുവൻ ഗേൾ ഫ്രണ്ട് ആക്കിയിട്ട് 100 ഡേ സർപ്രൈസ് എന്നും പറഞ്ഞ് ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാ. ഇതെല്ലാം ഇവൻ അവരുടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ് ചെയ്യണേ. ഇപ്പൊ നമ്മുടെ സോംബിയുടെ അനക്കം കേട്ടിട്ട് ആ ഒരു ചെറുക്കൻ വന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ആൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ടാവും. ആ ഒരു ചെറുക്കൻ അവനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ സോംബി ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ വഴി പോകുന്ന വേറെ ബാച്ചിന്റെ കൂടെയാണ്. ഇപ്പോ അവരെല്ലാം പോകുന്നത് അതിനുള്ളിൽ ഒരു ഇരുണ്ട സ്ഥലം. അവിടെ ഒരാള് അയാൾക്ക് ദൈവിക ശക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. നടക്കാൻ പറ്റാത്ത ആളെ നടത്തിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ. അത് കണ്ടിട്ട് കുറെ പേര് കൈയടിച്ച് വാഴ്ത്തി പാടുന്നുണ്ട്. പക്ഷെ സത്യത്തില് അവിടെ ഒരു തരത്തിലുള്ള അത്ഭുതങ്ങളും നടക്കുന്നില്ല. അവർക്ക് ആ ഒരു വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ആ ഒരു ടാബ്ലറ്റ് അത് ശരിക്കും കഴിക്കുന്നത് ഹാലൂസിനേഷന് വേണ്ടിയിട്ടാണ്. ആ ഒരു മരുന്ന് കഴിക്കുന്നോണ്ട് തന്നെ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്കെല്ലാം അതൊരു അത്ഭുതമായിട്ട് തോന്നാണ്. ഇപ്പൊ നമ്മുടെ സോംബിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കോമാളിത്തരങ്ങളൊക്കെ, എന്നിട്ട് ഈ കാണുന്ന മനുഷ്യർക്ക് മനസ്സിലാവണില്ല. ഇപ്പോ ആ ഒരു മെയിൻ ആൾ അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ പെട്ടെന്ന് നമ്മുടെ സോംബിനെ കാണുമ്പോൾ നമ്മുടെ ആള് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിക്കളയാണ്. കട്ട് ചെയ്ത് നമ്മുടെ നായിക അവളുടെ ആ ഒരു പോലീസുകാരും കൂട്ടുകാരനും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരാണ്. സംഭവം നേരത്തെ അവളൊരു കടയിൽ കയറിയപ്പോ അവിടുത്തെ ജോലിക്കാർ വഴി ഇവിടുത്തെ കള്ളത്തരങ്ങളെല്ലാം അവള് കണ്ടുപിടിച്ചു. ഇവരെല്ലാം കയ്യോടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങോട്ടേക്ക് വന്നത്. ഇപ്പൊ നമ്മുടെ സോംബി ആണെങ്കിൽ അവൻ അവിടെ ഒരു അലമാരിയിൽ കയറി ഒളിച്ചിരിക്കും. അവിടുത്തെ ആൾക്കാരെല്ലാം വളഞ്ഞിട്ട് ആ ഒരു അലമാരി തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആൾ ഒട്ടും വിട്ടുകൊടുക്കില്ല. അങ്ങനെ അത് അവർക്ക് തുറക്കാൻ കിട്ടാണ്ടാവുമ്പോ ആ ഒരു മെയിൻ ആള് വന്നിട്ട് അത് കുത്തി തുറക്കാൻ വേണ്ടി നോക്കാണ്. ഇന്നേരം അകത്ത് നമ്മുടെ സോംബിക്കാണെങ്കിൽ ആ ഒരു ശബ്ദം എല്ലാം കേട്ടിട്ട് അവന്റെ പാസ്റ്റിലെ എന്തൊക്കെയോ ഓർമ്മ വരാണ്. ആരോ അവനെ ഷൂട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോ അവന് ദേഷ്യം വന്നിട്ട് അവന്റെ ഉള്ളിലെ ആ ഒരു സോംബി സെൻസ് ഉണരെയാണ്. ഇപ്പോ അവന്റെ ശബ്ദം എല്ലാം മാറി ഒരു മൃഗത്തിന്റെ പോലാവുന്നുണ്ട്. പുറത്തേക്ക് ആ ഒരു മൊരൾച്ച കേൾക്കുമ്പോ ഇവരെല്ലാം പേടിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നേരം അവന്റെ മേലുള്ള ആ ഒരു മേക്കപ്പ് എല്ലാം പോകുന്നുണ്ട്. ഇപ്പൊ മൊത്തമായിട്ടും അവനൊരു സോംബിയായി മാറിയിരിക്കുക. ഇപ്പൊ ഇവിടെ ഒരു ഫൈറ്റ് ഞാനും പ്രതീക്ഷിച്ചു. പക്ഷെ അവൻ തലേക്കൂടെ ഒരു തുണി ഇട്ടിട്ട് ആ ഒരു അലമാരി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാണ്. ഇതേ സമയം പുറത്ത് നമ്മുടെ ഹീറോയിനും ചുള്ളം പോലീസും കൂടെ വന്നേക്കുക. പക്ഷെ അവരെ അവിടുത്തെ ആ ഒരു പെണ്ണ് കടത്തിവിടില്ല. നമ്മുടെ കൂടെയുള്ളത് പോലീസാണെന്ന് പറയുകയാണെങ്കിലും ആ ഒരു പെണ്ണ് സെർച്ച് വാറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ചെറുക്കന് അതിന് മറുപടി ഒന്നും ഉണ്ടാവില്ല. ഹീറോയിൻ അവിടെ കിടന്ന് കച്ചറ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ചെറുക്കൻ അവൾ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവാണ്. കട്ട് ചെയ്ത് നമ്മുടെ നായകനെ കാണിക്കാണ്. അവൻ അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് അതിന് മേളിൽ നിന്ന് താഴേക്കെടുത്ത് ചാടാണ്. താഴെ വീണ് അവന്റെ എല്ലാം കൊടിയുന്നുണ്ടെങ്കിലും പുള്ളി ഒരു സോംബി ആയതുകൊണ്ട് അതെല്ലാം പെട്ടെന്ന് തന്നെ നേരെ ആവാണ്. ഇപ്പൊ പുറത്തിരിക്കുന്ന നമ്മുടെ ഹീറോയിനും ആ ഒരു പോലീസുകാരന്റെ ഫ്രണ്ടിൽ കൂടെ അവൻ ഓടുന്നുണ്ട്. അവൾക്ക് ആ ഒരു ഓട്ടം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് നമ്മുടെ ആളാണ്. ഇപ്പോ ഇവിടുത്തെ വില്ലന്മാർക്കും അവനെ കുറിച്ച് എന്തോ സംശയങ്ങളൊക്കെ വരാണ്. കാരണം ഇത്രയും മേളിൽ നിന്ന് ഒരാൾ ചാടിയിട്ടും അവനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മുടെ സോംബി അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവന്റെ മുറിയിൽ പോയിട്ട് ഇരിക്കാണ്. ഇപ്പോ അവന്റെ പെരുമാറ്റ രീതിയെല്ലാം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. കാരണം അവന്റെ പാസ്റ്റിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ അവനിപ്പോ ഓർമ്മ വരാണ്. അവന്റെ കൈയും കാലെല്ലാം കെട്ടിയിട്ടിട്ട് ആരോ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നതായിട്ട് അവനിപ്പോ മനസ്സിലാക്കാണ്. അവൻ 1 വർഷം മുമ്പേ മരിച്ചുപോയ ഒരാളാണെന്ന്. അവനെ ആരോ കൊന്നേക്കുന്നതാണ്. അവിടെ വെച്ച് 6ാമത്തെ എപ്പിസോഡ് അവസാനിക്കാണ്. എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റിയാലൊന്ന് ഷെയറും ചെയ്യുക. ഞാൻ വീഡിയോ ആയിട്ട് പിറ്റേ ദിവസം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വീഡിയോയിൽ പോയതാണ്. 2 ദിവസം വൈകിപ്പോയി. വേറെ ഒന്നുമല്ല, ഞാൻ 2 ദിവസം പുറത്ത് വേറെ പണിക്ക് പോയതാണ്. അറിയാലോ, നമ്മുടെ ഒരു ചെറിയ ചാനലാ. ഇതിൽ യാതൊരു വിധത്തിലുള്ള വരുമാനവും ഇല്ല. എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിചാരിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ തന്നെ വരാം. കഴിഞ്ഞ തവണ പറഞ്ഞ പോലെയല്ല, നാളെ തന്നെ വന്നിരിക്കും. അപ്പോ അതുവരേക്കും അന്നാര.